രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ആശയക്കുഴപ്പം തീരാതെ കോൺഗ്രസ്. പങ്കെടുക്കരുതെന്ന് ഹൈക്കമാൻഡിനോട് കേരള ഘടകം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞപ്പോൾ തനിക്കറിയില്ല, തീരുമാനം കേന്ദ്ര നേതൃത്വമാണ് എടുക്കേണ്ടതെന്ന് കെ സുധാകരൻ തിരുത്തി. ക്ഷണം കയ്യോടെ തള്ളണമെന്ന് മുൻ KPCC പ്രസിഡന്റുമാരായ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും തീർത്തും പറഞ്ഞു. കോൺഗ്രസ് ഒരു കെണിയിലും വീഴില്ലെന്നാണ് KC വേണുഗോപാലിന്റെ മറുപടി. കോൺഗ്രസ് ക്ഷണം നിരസിച്ചാൽ അത് ഹിന്ദുക്കളോടുള്ള അവഹേളനമാകുമെന്ന് BJP നിലപാടെടുത്തു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കോൺഗ്രസ് കെണിയിലോ? രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ക്ഷണം തള്ളുന്നത് ഹിന്ദുക്കളെ അവഹേളിക്കലാണോ? ക്ഷണം സ്വീകരിച്ചാൽ അത് ന്യൂനപക്ഷ വഞ്ചനയാകുമോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ശ്രീകുമാർ മനയിൽ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ അൻവർ സാദിഖ് ഫൈസി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ശ്രീകുമാർ മനയിൽ. കോൺഗ്രസിനെ സംബന്ധിച്ച് അയോധ്യയിലേക്കുള്ള ക്ഷണം ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇന്നിപ്പോൾ BJP പറയുന്നു കോൺഗ്രസ് ഈ ക്ഷണം സ്വീകരിച്ചില്ലെങ്കിൽ അത് ഹിന്ദുക്കളോടുള്ള അവഹേളനമാണ്, മറ്റെല്ലാ പരിപാടിക്കും പോകാം, ഒരു ക്ഷേത്രത്തിന്റെ പരിപാടിക്ക് നിങ്ങൾക്ക് വന്നുകൂടെ എന്ന് BJP ചോദിക്കുന്നു. ഇന്നലെയാണ് സമസ്ത ചോദിച്ചത്, നിങ്ങൾ പള്ളി പൊളിച്ച് ആ ഭൂമിയിൽ കാല് കുത്തുമോ എന്ന്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പോയാലും പ്രശ്നം, പോയില്ലെങ്കിലും പ്രശ്നം എന്നുള്ളതാണ് അവസ്ഥ. എങ്ങനെ ഡീൽ ചെയ്യും കോൺഗ്രസ് എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അഭിലാഷേ, നമ്മൾ ഈ വിഷയം കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവുമില്ല. കാരണം രാമജന്മഭൂമി, ബാബറി മസ്ജിദ്, ആ ഒരു ഇഷ്യൂ കേരളത്തിൽ ഒരിക്കലും പൊളിറ്റിക്കലി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനൊന്നും BJPക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാമജന്മഭൂമി, ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നില്ല ഇവിടെ. കാരണം അതുകൊണ്ട് BJPക്ക് മാത്രമേ നേട്ടം ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ BJPക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കേരളത്തിന് പുറത്തുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിതിനെ കാണുന്നത്. അവിടെയാണ് ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സന്ദിഗ്ധാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഈ ബാബറി മസ്ജിദ്, രാമജന്മഭൂമി വിഷയം തുടങ്ങിയ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന അപ്പർ ഹാൻഡ് അല്ല ഇപ്പോഴുള്ള. അങ്ങനെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒട്ടും തന്നെ ഇല്ല. അന്ന് കോൺഗ്രസ് വളരെ ഉത്തരേന്ത്യയിൽ, UPയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ബീഹാറിലുമെല്ലാം ന്യൂനപക്ഷങ്ങളുടെയും സവർണ ഹിന്ദുക്കളുടെയും ദളിത് വിഭാഗങ്ങളുടെയും പിന്തുണ ഒരേപോലെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ആ ഒരു അവസരത്തിലാണ് ഈ 1985 കൂടി രാമജന്മഭൂമി വിഷയം ഉയർന്നു വരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവം? 2014 ശേഷം മൈനോറിറ്റി വോട്ടിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഭരണത്തിൽ വരാൻ കഴിയുമെന്നുള്ള ഒരു സ്വപ്നം അവസാനിച്ചു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇനി BJPയുടെ കയ്യിലിരിക്കുന്ന ഹിന്ദു വോട്ടുകളെ എങ്ങനെ തങ്ങളുടെ പക്കലാക്കാം, അതുകൊണ്ട് ആ രീതിയിൽ എങ്ങനെ ഭരണത്തിൽ ഇനി ഒരിക്കലെങ്കിലും തിരിച്ചു വരാൻ കഴിയുമോ, ഇത്തരം പരീക്ഷണങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഏർപ്പെടുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ കയ്യിലിരിക്കുന്ന വോട്ട് കൊണ്ട് മാത്രമേ കോൺഗ്രസിനും ഇനി എന്തെങ്കിലും പ്രതീക്ഷ. അപ്പോഴും ശ്രീകുമാർ മനയിലുള്ള പ്രശ്നം ഉള്ള വോട്ട് പോവാതിരിക്കുക എന്നുള്ളതും പ്രധാനമല്ല. നമ്മൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു ന്യൂനപക്ഷ വോട്ടുകളുടെ വർദ്ധിച്ച കേന്ദ്രീകരണം. പോസ്റ്റ് ബാബറി സെനാരിയോയിൽ കോൺഗ്രസിന് കുറേയധികം ഈ മുസ്ലിം വോട്ടുകൾ മറ്റ് പല പ്രാദേശിക ഘടകങ്ങളിലേക്ക് പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ നമ്മൾ JDSന്റെ വോട്ട് ബാങ്ക് ഷ്രിങ്ക് ചെയ്യുന്നതും സമ്പൂർണ്ണമായി ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുന്നതും കണ്ടു. കോൺഗ്രസിനെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിലും മറ്റ് പലയിടങ്ങളിലും അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ ഉത്തർപ്രദേശിലാണെങ്കിൽ 4 കോടി മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻ എടുത്ത് അവിടേക്ക് പോയി ഞങ്ങളും ഇതിൽ ഭാഗഭാഗമാണ്, ഞങ്ങളുടെ ക്രെഡിറ്റ് കൂടിയാണ് ഇത് എന്ന് അവകാശപ്പെട്ടാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒലിച്ചു പോകുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഒരു ഘടകമായി മാറില്ലേ? ഇല്ല, അത് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അഭിലാഷേ. കാരണം വെച്ചാൽ നമ്മൾ ദക്ഷിണേന്ത്യയെ മാറ്റി നിർത്തുക, കർണാടക ഞാൻ അതിലേക്ക് വരാം, അത് മാറ്റി നിർത്തുക. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ രാമക്ഷേത്ര വിവാദം ചൂട് പിടിച്ചതും BJP പൊളിറ്റിക്കൽ ഗെയിൻ കൊയ്തതും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ബീഹാറിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലല്ല. അവിടെ മൈനോറിറ്റി വോട്ടുകൾക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ മൈനോറിറ്റി വോട്ടുകൾ അവിടെ കൃത്യമായിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോവുകയും അതേസമയം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതേസമയം ജാതിക്ക് മേൽ മതത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് BJP ഹിന്ദു വോട്ടുകളെ ഒരുമിച്ച് കൈക്കലാക്കുകയും ചെയ്തു. ഈ ഒരുമിച്ചാണ് ഹിന്ദു വോട്ടുകളെ BJP കൈക്കലാക്കിയത്. അവിടെ ബ്രാഹ്മണ വോട്ടുകളുണ്ട്, ഠാക്കൂർ വോട്ടുകളുണ്ട്, ബനിയ വോട്ടുകളുണ്ട്, OBC വോട്ടുകളുണ്ട്, ദളിത് വോട്ടുകളുണ്ട്. അല്ലാതെ ഒരിക്കലും അവർക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടില്ല.
യു പിയിലൊന്നും മധ്യപ്രദേശിലൊന്നും അവർക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് എങ്ങനെയാണ്? ഈ ജാതിക്ക് മേൽ മതത്തെ പ്രതിഷ്ഠിച്ചപ്പോൾ ആ തന്ത്രം വിജയിച്ചത് കൊണ്ടാണ് BJPക്ക് ഇത്രയും വോട്ട് കിട്ടിയത്. അപ്പോൾ എന്താണ് പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ, പണ്ട് കൃത്യമായിട്ട് കോൺഗ്രസിനൊരു തന്ത്രം ഉണ്ടായിരുന്നു. മൈനോറിറ്റി, ദളിത്, സവർണ, ഹിന്ദു ഒരു ഭാഗത്തും ഈ OBC വിഭാഗങ്ങൾ എപ്പോഴും ഒരു 60കൾക്ക് ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ കൂടെയായിരുന്നു എക്കാലവും. രാം മനോഹർ ലോഹ്യ ആയാലും അതിനുശേഷം ജയപ്രകാശ് നാരായണ വന്നപ്പോഴെല്ലാം സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ കൂടെ. അതാണ് ഈ മുലായം സിംഗ് യാദവ്, ലല്ലു പ്രസാദ് യാദവ് ഇവരെല്ലാം ഈ സോഷ്യലിസ്റ്റ് പാർട്ടി യാദവരൊക്കെ ആ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒപ്പം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി കോൺഗ്രസ് എപ്പോഴും ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണർ, ബനിയ, മുസ്ലിം, ദളിത് ഈ 4 ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രം രൂപീകരിക്കും. പക്ഷേ ഇത് അവിടെ ഇപ്പോൾ അത് തകർന്നു പോയി. ഇപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതിക്ക് മേൽ മതത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് വിജയിപ്പിക്കാൻ BJP കഴിഞ്ഞപ്പോൾ പിന്നെ കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. കാരണം മുസ്ലിം വോട്ടുകൾ പൊതുവെ BSPക്കും SP-ക്കും ആയിട്ടൊക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോവുകയും അതേസമയം ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ആർക്കനുകൂലമായിട്ട് BJPക്ക് അനുകൂലമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ്. അതൊരു നിവൃത്തികരണം. അല്ലാണ്ട് കോൺഗ്രസ് ഒരിക്കലും മതേതരത്വം കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരിക്കലുമല്ല. കോൺഗ്രസിന്റെ അടിസ്ഥാന സ്വഭാവം മതേതരത്വം തന്നെ. പക്ഷെ നിവൃത്തിയില്ല. ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പലപ്പോഴും കോൺഗ്രസിന് ഈ ഒരു ക്ഷണം സ്വീകരിക്കേണ്ടി വന്നേക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് കേരളത്തിലെ 3 മുൻ KPCC പ്രസിഡന്റുമാരാണ് ഒരു കാരണവശാലും രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോകരുത് കോൺഗ്രസ് എന്ന നിലപാട് പറഞ്ഞത്. VM സുധീരൻ പറഞ്ഞു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു, K മുരളീധരൻ പറഞ്ഞു. കയ്യോടെ ഈ ക്ഷണം തള്ളണമെന്നാണ് VM സുധീരന്റെ അഭിപ്രായം. എന്നാൽ കേരള ഘടകത്തിന് ഇങ്ങനൊരു നിലപാട് ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു നിലപാട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്ന് K സുധാകരനും പറയുന്നു. ഒരു ആശയക്കുഴപ്പം എന്തായാലും വളരെ വളരെ എവിഡന്റ് ആണ്. അത് ദേശീയ തലത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് നിലപാടെന്ന് പറയാൻ പറ്റാത്തത്. ഇതെങ്ങനെ അവർ സോർട്ട് ചെയ്യുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അഭിലാഷ്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അങ്ങനെ പറയാനേ സാധിക്കൂ. യാതൊരു കാരണവശാലും രാമജന്മഭൂമിയിൽ ആ ക്ഷേത്രം പണിയുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ്, പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത്, കോൺഗ്രസ് നേതാക്കൾ ആരും പങ്കെടുക്കരുത് എന്ന് പറയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യമാണ്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം, കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ്, കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് ആകട്ടെ, കോൺഗ്രസിനെ എതിരിടുന്ന CPM ആകട്ടെ, CPI ആകട്ടെ, യാതൊരു കാരണവശാലും ഈ ചടങ്ങിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിന് അവരോട് എതിർത്ത് നിൽക്കണം എങ്കിൽ യാതൊരു കാരണവശാലും ഒരു മൃദു സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കാനാവില്ല. വ്യക്തമായ നിലപാടുണ്ടാകണമെന്ന് ആദർശപരമായി ശ്രീ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനും ആവശ്യപ്പെട്ടു. പക്ഷേ കേരളത്തിലെയോ സൗത്ത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു സ്ഥിതിവിശേഷമല്ല ഉത്തരേന്ത്യയിലെ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ അവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ, സ്റ്റേറ്റ് യൂണിറ്റുകൾ, അവർക്ക് പറയാനുള്ളത് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടി വടക്ക് തെക്ക് എന്ന രീതിയിൽ വിഘടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ അഭിപ്രായ രൂപീകരണത്തിന് ഒരു വലിയ വൈതരണിയിലാണ്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും 1885 ശേഷം എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ചെറിയ വിഷയത്തിൽ ഒരു നിർണായക നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത് ചെറിയ വിഷയം എന്ന് പറയുന്നത്. കാരണം അടുത്ത ഇലക്ഷനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. BJPയെ സംബന്ധിച്ച് ജനുവരി 22 അവരെ സംബന്ധിച്ച എന്താ പറയുക, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ആ ദിവസത്തെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി, ആ ദിവസത്തെ ദൃശ്യങ്ങൾ, അതാണ് പിന്നെ അങ്ങോട്ടുള്ള 4 മാസം വിനിമയം ചെയ്യപ്പെടുന്നത്. നോക്കൂ, ഒരു ഹിന്ദുത്വ പാർട്ടിയായ ശിവസേന അവർ പോകുന്നില്ല, ഉദ്ധവ് താക്കറെ പോകുന്നില്ല. ഉദ്ധവ് താക്കറെയുടെ ശിവസേന, അദ്ദേഹത്തിന്റെ അച്ഛൻ ബാൽ താക്കറെയുടെ ശിവസേന, അവർ രാമക്ഷേത്രത്തിന് വേണ്ടി പ്രക്ഷോഭത്തിനുണ്ടായിരുന്ന ആളുകളാണ്. എന്താണ് ഉദ്ധവ് താക്കറെ പറഞ്ഞത്? അവിടെ BJPയുടെ ഷോയാണ്, ഞങ്ങൾ എന്തിനാ ഷോ കാണാൻ പോകണമെന്നാണ്. ഞാൻ ആ ചെറിയ വിഷയമെന്ന് പറഞ്ഞത് ആ അർത്ഥത്തിൽ പൂർണ്ണമായി ഞാനതിനെ വിശദീകരിക്കും. എന്താണ് ഞാൻ ചെറിയ വിഷയമെന്ന് പറയുന്നത്? ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി, ഇലക്ട്രൽ ഗ്രാവിറ്റിയെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമെന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദുക്കൾക്ക് വൈകാരികമായ അനുഭവമുള്ള രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം അല്ലെങ്കിൽ ആ ഉദ്ഘാടന ചടങ്ങ്. ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് തികച്ചും ഒരു ട്രസ്റ്റ് ക്ഷണം നൽകി ക്ഷണിക്കപ്പെട്ട ആളുകളുടെ മുമ്പിൽ നടക്കേണ്ട ഒരു ചടങ്ങാണ്. അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷണമില്ല, ഒരു കക്ഷിക്കും ക്ഷണമില്ല, വ്യക്തികൾക്കാണ് ക്ഷണം.
ആ വ്യക്തികളെ സിംബോളിക്കായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവ് സോണിയാഗാന്ധി, ലോക്സഭയുടെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരി, ഇങ്ങനെയുള്ള ആളുകളെ, മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന AICC പ്രസിഡന്റ് എന്നിങ്ങനെ 4 പേരെ സെലക്ട് ചെയ്ത് വിളിച്ചിരിക്കുകയാണ്. അറ്റ് റാൻഡമാണ് മറ്റ് ക്ഷണങ്ങളെല്ലാം തന്നെ. അങ്ങനെ ഒരു പാർട്ടിക്കും കോൺഗ്രസിന് എന്ന് പറഞ്ഞൊരു ക്ഷണം ഇല്ലാത്തത് കൊണ്ട് വ്യക്തിപരമായ തീരുമാനം, ശ്രീ ശശി തരൂർ പറയുന്നത് പോലെ ഈ വ്യക്തികൾക്ക് നൽകിയ ക്ഷണം ആ വ്യക്തികൾക്ക് ആ രീതിയിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണം ലഭിക്കുമ്പോൾ അത് വ്യക്തിപരം മാത്രമാണ്. ആ രീതിയിൽ വേണമെങ്കിൽ കോൺഗ്രസിന് അതിനെ കാണാം. പക്ഷേ ഇവിടെ വിഷയമെന്ന് പറയുന്നത് ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ഈ വിഷയം വലിയ തോതിൽ പർവ്വതീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ രീതിയിൽ പരിഹരിക്കാവുന്ന ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഇത് ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്. അവിടെ ഒരു ക്ഷേത്രത്തിൽ പോകാനോ പോകാതിരിക്കാനോ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനോ വ്യക്തികൾക്ക് അവകാശമുണ്ട്. ഇതെല്ലാം വ്യക്തികൾക്ക് നൽകപ്പെട്ട മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ മൗലികാവകാശമാണ്. ആ രീതിയിൽ ഒരു വ്യക്തിക്ക് പോകാം എന്ന് നിലപാടെടുക്കുകയും പാർട്ടിക്ക് ഔപചാരികമായി ഇതിലൊരു നിലപാടില്ല എന്ന രീതിയിൽ വേണമെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞ് കൈ കഴുകാമായിരുന്നു. പക്ഷെ അത് വെച്ചുകൊണ്ടിരുന്ന സഖ്യകക്ഷികൾ ഓരോന്നോരോന്നായി ഉദ്ധവ് താക്കറെയുടെ കക്ഷി ഉൾപ്പെടെ ഉള്ള കക്ഷികൾ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ വളരെ വലിയ ഒരു സംഘർഷം അവിടെ ഉടലെടുക്കുകയാണ്. അതിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ നിലപാട് പറയാനില്ല എങ്കിൽ വളരെ കഷ്ടമാണ്. ഇന്നലെ നോക്കൂ അഭിലാഷ്, ഭാരത് ജോഡോ യാത്രയുടെ 2ാം ചരണത്തിൽ ഇന്നലെ ഒരു ഐഡിയോളജിയുമായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത്. നോക്കൂ, ആ ഐഡിയോളജി ഇവിടെ ന്യായ് എന്ന ഐഡിയോളജിയാണ്, നീതി എന്ന ഐഡിയോളജിയാണ്. അവിടെ ഭരണഘടനയുടെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന കാര്യങ്ങൾക്കായിരുന്നു ജോഡോ യാത്രയുടെ 1ാം ഭാഗത്ത് പ്രാധാന്യം നൽകിയത്. ഇപ്രാവശ്യം ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹ്യ നീതി, രാഷ്ട്രീയ നീതി, സാമ്പത്തിക നീതി, ഈ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഐഡിയോളജി കെട്ടിപ്പടുക്കാനാവുമോ എന്ന ഒരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ, സംവരണത്തിന് അധിഷ്ഠിതമായ ഒരു നീതിശാസ്ത്രം കൊണ്ടുവരാനാവുമോ എന്ന അന്വേഷണത്തിനിടയ്ക്ക് ആ നറേറ്റീവിനെ തന്നെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് വേണോ വേണ്ടായോ എന്ന് പറയുന്ന ആശയക്കുഴപ്പത്തിലാകുമ്പോൾ കോൺഗ്രസ് പാർട്ടി വളരെ വലിയൊരു വൈതരണിയിലേക്ക് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം ഞാനും എഗ്രി ചെയ്യാം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അൻവർ സാദിഖ് ഫൈസി, ഇന്നലെ ഇപ്പോൾ നിങ്ങളുടെ സുപ്രഭാതത്തിൽ എഴുതിയ എഡിറ്റോറിയലിൽ പറയുന്നു, കോൺഗ്രസ് ഇങ്ങനെ ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടക പക്ഷിയെ പോലെ തല പൂഴ്ത്തരുത്, സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ല എന്ന് ആർജവത്തോടു കൂടി പറഞ്ഞു. ആ ആർജവവും സ്ഥൈര്യവും സോണിയാഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾ വേറെ രാഷ്ട്രീയ ചേരി നോക്കും. ബാബറി പള്ളി പൊളിച്ചിടത്ത് കാൽ വെക്കരുത് കോൺഗ്രസ്. ഇത് വളരെ സ്ട്രോങ്ലി വേർഡഡ് ആണ്. ഇന്നിപ്പോൾ BJPയുടെ വി മുരളീധരൻ പറയുന്നത് കേൾക്കൂ, ഇഫ്താറിനും മറ്റുമൊക്കെ പോവാം, പക്ഷെ ഒരു അമ്പലത്തിന്റെ പരിപാടിക്ക് വന്നുകൂടാ. മുസ്ലിം ലീഗിനെ പേടിയാണോ കോൺഗ്രസിന്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെ ഹിന്ദുക്കൾ അവിടെ തുടരണോ എന്ന് തീരുമാനിക്കണം. കോൺഗ്രസിനെ മുസ്ലിം ലീഗിൽ ലയിപ്പിക്കുന്നതാണ് നല്ലത്. ഇത് ഹിന്ദു സമുദായത്തോടുള്ള അവഹേളനമാണ്. നോക്കൂ, 2 കൂട്ടരും കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളും കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞത്, അവരും കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞത്. സമസ്തയ്ക്ക് മുമ്പിൽ മുട്ടിടിക്കുകയാണ് കോൺഗ്രസിനെന്ന് സന്ദീപ് വാര്യർ എന്ന BJP നേതാവ് പറയുന്നു. ഇങ്ങനെ നിങ്ങൾ വളഞ്ഞിട്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഇപ്പോ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ട ഘട്ടമാണോ? അങ്ങനെ കോൺഗ്രസ് ആണ് ഇപ്പോൾ ആക്രമിക്കപ്പെടേണ്ട കക്ഷി എന്ന് എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് തോന്നുന്നത്? കോൺഗ്രസ് ആക്രമിക്കപ്പെടേണ്ട കക്ഷിയാണ് എന്ന് സമസ്തയ്ക്ക് ഒരിക്കലും അഭിപ്രായമില്ല. ഇന്ത്യയിൽ നാളിതുവരെ ഇന്ത്യയിലെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മാത്രമല്ല 1951 കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ നേതാവായിരുന്നല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഈ നെഹ്റു ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 1951 സോമനാഥ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം സംഭവിക്കുന്നു. ആ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് പോകുന്നു. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് പോകുന്ന സമയത്ത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിശക്തമായ രീതിയിൽ പരസ്യമായി തന്നെ രാജേന്ദ്ര പ്രസാദിനെ ശാസിക്കുകയും അദ്ദേഹത്തോട് വിയോജിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേത്. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഹിന്ദുത്വയുടെ പാതയിൽ തന്നെ പോകുന്നത് നമ്മൾ കണ്ടില്ലേ, ഇതേ പള്ളിയുടെ കാര്യത്തിൽ.
അവിടെ ഹിന്ദു ആരാധനയ്ക്ക് വേണ്ടി പൂട്ട് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. ശിലാന്യാസം നടന്നത്, കോടതി വിധി പോലും മറികടന്ന് ശിലാന്യാസം നടന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. കോൺഗ്രസിന്റെ ചില നേതാക്കൾ പറയുന്നത് പോലെ ഒരർത്ഥത്തിൽ ക്രെഡിറ്റ് അവർക്ക് കൂടി അർഹതപ്പെട്ടതാണ്. അതിനിടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടതും കോൺഗ്രസിന്റെ കാലത്താണ്. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നോക്കുമ്പോൾ അവർക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് മാത്രം നോക്കി ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? പണ്ട് നെഹ്റു അങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ് വിഷയങ്ങൾ. ഞങ്ങളും BJP-യെ പോലെയാണ് ഇത്തരം വിഷയങ്ങൾ എന്ന് BJP-യുടെ നിലപാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടും ഈ വിഷയത്തിൽ ഒന്നാണ് എന്ന് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചാൽ മതി. എങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് ആശങ്കയുണ്ടാകുകയില്ല. കോൺഗ്രസിൽ പ്രതീക്ഷിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷ മാറ്റി അവർക്ക് ഒരു ആൾട്ടർനേറ്റീവ് വേയെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒരിക്കലും കോൺഗ്രസ് നേതാക്കൾ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് ഖണ്ഡിതമായി പറയാത്ത കാലത്തോളം നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ നിങ്ങൾ തന്നെ ഉദ്ധരിച്ചു പറഞ്ഞു, വിമുരളീധരയോ മറ്റോ ഉദ്ധരിച്ചു പറഞ്ഞു, ഇഫ്താറിന് പോകുന്നത് പോലെ എന്തുകൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ പോയിക്കൂടാ എന്നുള്ളത്. ഒരു ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ നമ്മളൊക്കെ സൗഹൃദം എന്ന നിലക്ക് പോകുന്നവരാണ്, അതിന്റെ സംവിധാനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. ഇതിനൊന്നും ആരും എതിർക്കാറില്ല. മറിച്ച് എല്ലാവർക്കും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു യാഥാർത്ഥ്യമാണ് 3 താഴികക്കുടങ്ങളുള്ള ഒരു മസ്ജിദ് 1992 ഡിസംബർ 6 തകർത്തു. ആ തകർത്ത ഭൂമികയിലാണ്, ആ ഒരു അടിത്തറയിലാണ് രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കെ അവരുടെ ഒരു മതന്യൂനപക്ഷത്തിന്റെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയുടെ സങ്കടങ്ങളുടെ മേൽ ഇന്ത്യൻ ജുഡീഷ്യറിയും ഇന്ത്യൻ ഗവൺമെന്റും ഒന്നിച്ച് കൈകോർത്തിട്ടുള്ള അതിന്റെ വിധിന്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇങ്ങനെ പീഡിതരായ ഒരു ജനതയുടെ സങ്കടത്തിനു മേൽ പടുത്തുയർത്തപ്പെട്ട ഒരു കെട്ടിടത്തിന്മേൽ, ആ കെട്ടിടത്തെ കുറിച്ച് ഒരു പക്ഷേ രാമജന്മഭൂമി എന്ന് പറയുന്നത്, ശ്രീരാമൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ വികാരമാണ്, ആരാധനാ കഥാപാത്രമാണ്. ആ നിലക്ക് മുസ്ലിങ്ങളെല്ലാം അദ്ദേഹത്തെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം ഒരു അന്യമതത്തിന്റെ, ഇതര മതത്തിന്റെ ആരാധ്യ വസ്തുക്കളെ ആ നിലക്ക് മാനിക്കണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ രീതി. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ലോക മുസ്ലിങ്ങൾ ഒന്നിച്ച് വിശ്വസിക്കുന്നു. കൃത്യമായ നിലപാട് മുസ്ലിം ലോകത്തിനുണ്ട്. ഞങ്ങൾ ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ ഈ വിഷയത്തിലുള്ള എക്കാലത്തെയും ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ക്ഷേത്രം തകർത്ത ഇടത്താണ് എങ്കിൽ തീർച്ചയായും അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. അങ്ങനെ ഖണ്ഡിതമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം അന്യന്റെ പിടിച്ചെടുത്ത ഭൂമിയിൽ, അന്യന്റെ കവർന്നെടുത്ത ഭൂമിയിൽ പള്ളി നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ നിയമമാണ്, മുസ്ലിങ്ങളുടെ നിയമമാണ്. ലോകത്തുടനീളം മുസ്ലിങ്ങൾ ആ ഒരു നിലപാട് എഴുതിയിട്ടുണ്ട്. അത് വസ്തുതയാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ നോക്കൂ, ഇപ്പോ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം മുറിവുണ്ടാക്കിയിട്ടുള്ള തർക്കമാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം. അതിൽ ഇവിടെ ധാരാളം കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അനീതികൾ ഉണ്ടായിട്ടുണ്ട്. അത് താങ്കൾ സൂചിപ്പിച്ചു. അത് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് പോലും ശരിവെച്ചിട്ടുണ്ട്. മുസ്ലിംസ് വെർ റോങ്ലി ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ മോസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ജുഡീഷ്യലി അവസാനം സെറ്റിൽ ചെയ്യപ്പെട്ടു. ഇനിയും ആ വൂണ്ട് തുറക്കപ്പെടാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. അവിടെ ഒരു വലിയ മസ്ജിദ് വരുന്നു, ഒരു ക്ഷേത്രവും വരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും അത് തുറക്കാതെ അതിലൊരു റീകൺസീലിയേഷന്റെ മാർഗം സ്വീകരിക്കുക എന്ന ഒരു സമീപനത്തിലേക്ക് കോൺഗ്രസ് പോലൊരു പാർട്ടി പോയാൽ, ആവട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചാൽ അതിനെ നമ്മളെ പഴയ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് അധിക്ഷേപിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം, ഈ മൊമെന്റിലെ പ്രശ്നം, ഈ കാലഘട്ടത്തിലെ പ്രശ്നം. അല്ല, ഇതൊക്കെ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമുണ്ട്. ഈ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ഇന്നൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചില വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ഒരു ഔചിത്യബോധമുണ്ട്. ഔചിത്യബോധം എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായും ഇവിടെ ഈ കണ്ടു കാണപ്പെട്ട രീതിയിൽ ഒരു സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഉദ്ഘാടന സെഷനിലേക്ക് ഈ രാജ്യത്ത് മതേതരത്വത്തിന്റെ ഇക്കണ്ട കാലഘട്ടത്തിൽ അതിന്റെ പ്രതീക്ഷയായി നിന്നിരുന്ന ഒരു കൂട്ടർ സ്വാഭാവികമായും പോകുന്ന സമയത്ത്
അവർക്ക് അവരുടേതായ ആശങ്കകൾ ഉണ്ടാവും, മതന്യൂനപക്ഷങ്ങൾ. കാരണം ഞാൻ ഈ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഇത് ഇവിടെ നിൽക്കുകയില്ല. ഇവിടെ ഇന്ന് ബാബരി മസ്ജിദിന്റെ അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് എങ്കിൽ നാളെ ഇവിടെ നടക്കാനുള്ളത് മറ്റേ ഗ്യാൻവാപിയിലെ വാരാണസിയിലെ പള്ളിയുടെ പ്രശ്നം നമ്മുടെ തൊട്ട് മുമ്പിലെത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ ഇക്കണ്ട് കാണപ്പെട്ട ആരാധനാലയങ്ങൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏതെല്ലാം മതങ്ങളുടെ ആരാധനാലയങ്ങൾ ഏതെല്ലാം വിധത്തിൽ നിലനിന്നുവോ ആ വിധത്തിൽ നിലനിൽക്കണമെന്ന് നിയമം, ഇന്ത്യൻ ഭരണഘടനയിൽ നിയമമുള്ള ഒരു രാജ്യത്താണ്, ഇപ്പോഴും നിയമം നിലനിൽക്കുന്ന രാജ്യത്താണ് ഇന്ത്യയിലെ സുപ്രീം കോടതി നേരിട്ട് വാരാണസിയിലെ പള്ളിയിലും മറ്റുമൊക്കെ സർവേ നടത്താൻ, ഖനനം നടത്താൻ വേണ്ടിയിട്ട് ആർക്കിയോളജിക്കൽ സർവേക്ക് അനുമതി നൽകിയിട്ടുള്ളത്. നാളെ ഇതുപോലെ രാമക്ഷേത്രത്തിനു പകരം ശ്രീകൃഷ്ണ ക്ഷേത്രം വരികയും അതിന്റെ തുടർച്ച രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾ ആശങ്കപ്പെട്ടാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അതിനെ കുറ്റം പറയാൻ കഴിയില്ല. ശ്രീ രാഹുൽ ഈശ്വർ, ഇതൊരു വൈകാരിക വിഷയം കൂടിയാണ്. ശരിയാണ്, അത് നിയമപരമായി ഇവിടെ അയോധ്യയുടെ കാര്യത്തിൽ പരിഹാരമുണ്ടായി. അവിടെ ഒരു ക്ഷേത്രം വരുന്നു, ആ ക്ഷേത്രം മതപരമായ നിലയിൽ പണി കഴിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ അത് തുറക്കുക എന്നുള്ളതിനപ്പുറത്തൊരു വലിയ, ഈ രാജ്യത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഇവന്റായി ജനുവരി 22 പരിപാടി മാറിയിരിക്കുന്നു ഇതിനോടകം. അതിനകത്ത് കോൺഗ്രസ് പോയി തലവെക്കണോ എന്ന് ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ ആലോചിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ധവ് താക്കറേക്ക് പോലും അങ്ങോട്ട് പോകാൻ തോന്നാത്ത വിധത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സെനാരിയോ ഇവോൾവ് ചെയ്യുമ്പോൾ കോൺഗ്രസ് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ലേ ഉചിതം? സർവാദരണീയരായ സമസ്തയുടെ ശ്രീ അൻവർ സാദിഖ് ഫൈസി അദ്ദേഹത്തിൻ്റെ വിഷമത്തോട് ചേർന്ന് നിൽക്കുന്നു. മുമ്പ് ശ്രീ പ്രണബ് കുമാർ മുഖർജി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ് ബാബറി മസ്ജിദ് തകർച്ച. മാത്രമല്ല ഇനിയും വലതുപക്ഷത്തു നിന്നോ അല്ലെങ്കിൽ BJPയുടെ പക്ഷത്തു നിന്നോ അദ്വാനിജി പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ദിവസമാണ് ഡിസംബർ 6 എന്നാണ്. ഡിസംബർ 17 1992 ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം നരസിംഹറാവുവിനെ ഡിഫെൻഡ് ചെയ്യുകയും അന്ന് സംഭവിച്ചത് ദൗർഭാഗ്യകരമായ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പവിത്രമായി കരുതുന്ന പള്ളിയിൽ സംഭവിച്ചത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തതാണ്, തെറ്റാണെന്നും പിന്നീട് ശ്രീ പ്രണോയ് റോയോടുള്ള NDTV ഇൻ്റർവ്യൂവിൽ 2 തവണ ക്ഷമ പറയുകയും സോറി പറയുകയും ഒക്കെ ചെയ്തു. നമ്മുടെ ചരിത്രകാലത്തുണ്ടായിരുന്ന ചില തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കാനും മുമ്പോട്ട് പോകാനും ഒരു നീക്കമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. അവിടെ സംഭവിച്ചത് ദൗർഭാഗ്യകരമാണ്. ഇനി 2 കോടതികൾ പോലും വളരെ ബാലൻസ് ചെയ്തൊരു വെർഡിക്റ്റാണ് തന്നത്. ശ്രീ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുമ്പ് അമ്പലം പൊളിച്ചല്ല പള്ളി പണിതതെന്നും സ്മഗിള് ചെയ്താണ് ഈ ഐഡൽസ് വെച്ചതെന്നും തുടങ്ങിയ പരാമർശങ്ങൾ വരെ സുപ്രീം കോടതിയുടെ വിധിയിലുണ്ട്. പക്ഷേ പ്രായോഗികതയും ഇന്നത്തെ ഒരു സെൻസിറ്റീവ് ബാലൻസും നിലനിർത്തി സുപ്രീം കോടതി 2.77 ഏക്കറിന് പകരം 5 ഏക്കറോളം മുസ്ലിം സമൂഹത്തിന് കൊടുക്കുകയും മറ്റും ചെയ്തു. ഇന്നൊരു ഇന്ത്യക്കാരൻ എന്താ ചെയ്യാൻ കഴിയുക? രാമജന്മഭൂമിയിലെ ശ്രീരാമൻ്റെ ക്ഷേത്രമാണെങ്കിലും ധന്നിപ്പൂരിലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ പേരിലുള്ള പ്രോഫറ്റ് മുഹമ്മദ് ബിൻ അബ്ദുള്ള മോസ്കിലാണെങ്കിലും ഒരേപോലെ ആദരവോടെ സ്നേഹത്തോടെ ബഹുമാനം അർപ്പിക്കുക അല്ലാതെ മറ്റെന്ത് സൊല്യൂഷനാണുള്ളത്? ഇവിടെയാണ് കോൺഗ്രസോ BJPയോ ഏത് പാർട്ടിയോ ആകട്ടെ യഥാർത്ഥത്തിൽ സൊല്യൂഷൻ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു ആലോചിച്ചാൽ മതി. ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സന്തോഷപൂർവ്വം ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ പോവും. തൊട്ടടുത്ത 25 കിലോമീറ്റർ അപ്പുറത്തുള്ള ധന്നിപ്പൂർ മോസ്ക് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്, ധന്നിപ്പൂർ മോസ്കിലും പോകും. രണ്ടിടത്തും ചെന്ന് ഒരു പക്ഷേ മഹാത്മാഗാന്ധി ഒരു സെൽഫി എടുത്തിടുകയും ചെയ്യും. ഇങ്ങനെ ഒരു ബാലൻസിലല്ലാതെ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിലടക്കം, എനിക്ക് കോൺഗ്രസ് പാർട്ടിയോട് ബഹുമാനമേ ഉള്ളൂ, പക്ഷേ കേരളത്തിലടക്കം 27% മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടുകൾ പോകുമോ എന്ന് ഭയന്ന് മാത്രമാണ് കോൺഗ്രസ് പോകാതിരിക്കുന്നത്. നേരെ മറിച്ച് ഉത്തരേന്ത്യയിൽ അവിടെ സവർണ്ണ ഹിന്ദുക്കളുടെയും അത് മാത്രമാണോ ശ്രീ രാഹുൽ ഈശ്വർ? പക്ഷെ അതിനകത്തൊരു മർമ്മപ്രധാനമായ പ്രശ്നമുള്ളത്, ഒരു ക്ഷേത്രം പണിതിട്ട് ആ ക്ഷേത്രത്തിൽ പോകുന്ന വിഷയമാണെങ്കിൽ അത് നെഹ്റുവിന്റെ നിലപാട് വേണ്ട എന്ന് കോൺഗ്രസിന് വെക്കാമായിരുന്നു. പക്ഷെ ഇവിടെ സമസ്ത ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലെങ്കിൽ ലോകത്തെല്ലാവർക്കും അറിയാവുന്നതുപോലെ 450 വർഷം ഒരു മോസ്ക് ഇരുന്ന സ്ഥലത്ത് നിർമ്മിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ പോകണോ വേണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അവിടെ താങ്കൾ മഹാത്മാഗാന്ധി ഇപ്പൊ ജീവിച്ചിരുന്നെങ്കിൽ പോയേനെ എന്ന് പറഞ്ഞു. നോക്കൂ, മഹാത്മാഗാന്ധി ഉത്തമ വിശ്വാസിയായ ഒരു വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹം മതസൗഹാർദ്ദം വിട്ടൊന്നും കളിച്ചിട്ടില്ല. അദ്ദേഹം സ്വന്തം അനുയായികളെ കൊണ്ട് അല്ലാഹു അക്ബർ വിളിപ്പിച്ചിട്ടുള്ള നേതാവാണ്. അങ്ങനെ നോക്കൂ, ദാദുറാം വിനായക് ഗോഡ്സെയുടെ ഏറ്റവും വലിയ ഗാന്ധിജിയെ കുറിച്ചുള്ള പരാതി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ കോടതി സ്റ്റേറ്റ്മെന്റ് രാഹുൽ ഈശ്വറും വായിച്ചു കാണുമല്ലോ. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ളായിരുന്നു. അതുകൊണ്ട് മഹാത്മാഗാന്ധി ഒരു കാരണവശാലും ഈ പള്ളി പൊളിച്ച് പണിത അമ്പലത്തിൽ പോകില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ വിചാരം. താങ്കൾക്ക് വേറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്.
കാവി പതാക 1932 ഇന്ത്യയുടെ കൊടിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഗോഡ്സെ തന്നെ പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും അംഗീകരിച്ചു, നെഹ്റുജി വരെ അംഗീകരിച്ചു, പക്ഷേ മഹാത്മാഗാന്ധി എതിർത്താണ് ഈ ത്രിവർണ്ണ പതാക നമുക്ക് വേണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ പല കാര്യങ്ങളും ഗോഡ്സെ പറയുന്നുണ്ട്. ഒരു തീവ്ര വലതിൽ നിന്നാണ് ഗോഡ്സെ സംസാരിക്കുന്നത്. പക്ഷേ നമുക്കൊരു മദ്യം നിർമ്മിക്കാതെ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ കഴിയുക? നേരത്തെ ശ്രീ അൻവർ സാദിഖ് ഫൈസി പറയുകയുണ്ടായി, അതായത് സോമനാഥ ക്ഷേത്രത്തിൽ പോകണ്ടെന്ന്. ആ വിഷയം തന്നെ നോക്കൂ. സർദാർ പട്ടേലും KM മുൻഷിയും മഹാത്മാഗാന്ധിയെ ചെന്ന് കാണുന്നുണ്ട്. അതായത് ശ്രീ നെഹ്റു ഇതിനെതിരായിരുന്നു, മഹാത്മാഗാന്ധിയെ ചെന്ന് കാണുന്നുണ്ട്. മഹാത്മാഗാന്ധിന് അനുമതി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ സ്റ്റേറ്റിന്റെ ക്യാഷ്. ജുനഗഡ് ഇന്ത്യയോട് ചേർത്തപ്പോൾ സർദാർ പട്ടേലാണ് പ്രഖ്യാപിച്ചത് സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം. അവിടെ ഒരു തർക്കം വന്നപ്പോൾ മഹാത്മാഗാന്ധി എടുത്ത നിലപാട് എന്താ? ക്ഷേത്രം പണിയട്ടെ, അത് രാജ്യം പണിയണ്ട, മറിച്ചൊരു ട്രസ്റ്റ് രൂപീകരിച്ച് ബന്ധപ്പെട്ട വിശ്വാസികളുടെ ട്രസ്റ്റ് പണിയട്ടെ. അപ്പൊ ഒരു സ്റ്റേറ്റ്, ഒരു ദേശം, ഒരു രാഷ്ട്രം, അതിന്റെ ഭരണകൂടമല്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. വിശ്വാസികൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് മഹാത്മാഗാന്ധിയുടെ പൊസിഷൻ. അവിടെ തന്നെയാണ് നെഹ്റു എടുത്തിട്ടുള്ള. അതല്ല ശ്രീ നെഹ്റുവിന്റെ പൊസിഷൻ. അവിടെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ശ്രീ രാജേന്ദ്ര പ്രസാദിനോടക്കം അവിടെ പോകരുതെന്നും സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് അനുകൂലമായിരുന്നില്ല പണ്ഡിറ്റ് നെഹ്റു. പറയുന്നതിൽ യാതൊരു തെറ്റില്ല. പക്ഷേ മഹാത്മാഗാന്ധി ആയിരുന്നില്ല. മഹാത്മാഗാന്ധി അനുകൂലമായിരുന്നു. നെഹ്റു എഴുതിയ കത്തുകളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. അദ്ദേഹം പറയുന്നത് എനിക്ക് ക്ഷേത്രത്തിലോ ക്ഷേത്രവിശ്വാസത്തിലോ ഉള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല, മറിച്ച് ഒരു സ്റ്റേറ്റിന്റെ പ്രതിനിധികൾ, നിങ്ങൾ ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റേറ്റിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ സെക്യുലർ ക്യാരക്ടർ. നെഹ്റുജിയുടെ സെക്യുലറിസം, മഹാത്മാഗാന്ധിയുടെ സെക്യുലറിസം. മഹാത്മാഗാന്ധിയുടെ സെക്യുലറിസം അമ്പലത്തിലും പള്ളിയിലും പറയുന്നതാണ്. രാജ്യം അമ്പലം പണിയണമെന്ന് പറഞ്ഞിട്ടില്ല, വിശ്വാസികൾ പണിയട്ടെ എന്നുള്ളതായിരുന്നു. ഇപ്പോഴും ഒരു ട്രസ്റ്റ് ആണല്ലോ പണിയുന്നത്. വേണമെങ്കിൽ അങ്ങനെ ഒരു ഫസാഡ് ആണെന്ന് പറയാം. ഇപ്പോഴും ഒരു ട്രസ്റ്റിനാണല്ലോ കൊടുത്തിരിക്കുന്ന, ട്രസ്റ്റ് ആണല്ലോ പറയുന്നത്. അതുകൊണ്ട് അതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നെഹ്റുജിയുടെ ഒരു നെഗറ്റീവ് സെക്യുലറിസം ആയിരുന്നു, മഹാത്മാഗാന്ധിയുടെ പോസിറ്റീവ് സെക്യുലറിസമാണ്. നെഹ്റുജിയുടെ മതേതരത്വമാണ്, മഹാത്മാഗാന്ധിയുടെ മത സൗഹാർദ്ദമാണ്. അങ്ങനെയാണ് രഘുപതി രാഘവ രാജാറാമിൽ ഈശ്വരല്ലോ തേരാവനാമെന്ന വരി മഹാത്മാഗാന്ധി എഴുതി ചേർക്കുന്നത്. മഹാത്മാഗാന്ധി എങ്ങനെ പള്ളി പൊളിച്ച് പണിയുന്ന ഒരു ക്ഷേത്രത്തിൽ പോവും? അപ്പൊ അതാണ് മത സൗഹാർദ്ദമാണ് മഹാത്മാഗാന്ധിയുടെ ആദർശമെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. മഹാത്മാഗാന്ധി പോകില്ലായിരുന്നു. അതിനൊരു സൊല്യൂഷൻ ഉണ്ടായി. അതായത് കുറച്ചുകൂടെ കൃത്യമായ സത്യസന്ധമായി പറയാം, നോർത്ത് ഇന്ത്യയിൽ അടക്കമുള്ള കുറച്ച് തീവ്ര വലതുപക്ഷക്കാർ 30,000 അമ്പലങ്ങൾ തകർത്തു എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട്. എന്ത് കണക്ക് വേണമെങ്കിൽ പറയാമല്ലോ, അങ്ങനെ പലരും കണക്ക് പറയുന്നുണ്ട്. ചിലർ 3000 എന്ന് പറയുന്നുണ്ട്, ചിലർ ഇനി 2 അമ്പലങ്ങളോട് മതി എന്ന് പറയുന്നുണ്ട്. വ്യത്യസ്ത പൊസിഷൻ ഉണ്ട്. അതായത് ഇനിയും കാശിയും മധുരയും ഈ 2 അമ്പലം കൂടെ മതി, പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ 2 എക്സെപ്ഷൻ കൂടെ വരുത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ഒക്കെ ആ ലൈൻ പിടിക്കുന്നവരാണ്. അതെ, അയോധ്യയിൽ കൂടെ 2 എക്സെപ്ഷൻ കൂടെ വേണമെന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല 30,000 അമ്പലം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ വേണം. അതുകൊണ്ടാണ് RSSന്റെ സർസംഘചാലകന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, പള്ളിയുടെ താഴെ നമ്മൾ ശിവലിംഗം തേടണ്ട, ഇനിയും ഒരു ഹിന്ദു മുസ്ലിം വിഷയത്തിന് ഞങ്ങളില്ല, മന്ദിർ മസ്ജിദ് വിഷയത്തിന് ഇങ്ങനെ ഞങ്ങളില്ല എന്ന് പറഞ്ഞത് RSSന്റെ സർസംഘചാലകായ പൂജനീയ മോഹൻ ഭഗവത്ജിയാണ്. ഓരോ പള്ളിയുടെയും താഴെ ചെന്ന് ശിവലിംഗം തേടേണ്ട ആവശ്യമില്ലെന്നും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കണമെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവന സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ ഈ അയോധ്യ വിഷയം പോലും ഞങ്ങൾ ഇടപെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, ഇനിയും അത് ഒരുപക്ഷെ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണ്ടേ? ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസ് പോയില്ലെങ്കിൽ കോൺഗ്രസിനാണ് നഷ്ടം, വേറെ ആർക്കാ നഷ്ടം? യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസിൽ ഒരു മഹാത്മാഗാന്ധിയോ ഇന്ത്യയിൽ ഒരു മഹാത്മാഗാന്ധി ഇല്ലാത്തതാണ് പ്രശ്നം. അദ്ദേഹം തന്നിപ്പൂർ മോസ്കിൽ കൂടെ പോയാൽ മതി. ശ്രീ ശശി തരൂരിനെ പോലുള്ളവർ പോയാൽ അത് ബാലൻസ്ഡ് ആവും. അതായത് രാമജന്മഭൂമി പോവുക. ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ എൻ്റെ എൻ്റെ ഗർഭഗൃഹമൊക്കെ കണ്ടിരുന്നു, ഞങ്ങളെ അകത്തെല്ലാം കൊണ്ടുപോയി കാണിച്ചു. അത് തന്നിപ്പൂർ മോസ്കിന്റെ ആൾക്കാരെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇനി അവിടെ പള്ളി ഉണ്ടെങ്കിൽ അവിടെയും കൂടെ പോയി തീരുന്നത് പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഈ കോൺഗ്രസിനെ പിടിച്ച് നിങ്ങൾ മതേതര നെഹ്റുവിയൻ ചേരിയിലേക്ക് ഇട്ടാൽ കോൺഗ്രസും ഇല്ലാതാകും, ഈ രാജ്യത്തൊരു സെൻട്രിസ്റ്റ് സെൻട്രൽ ലെഫ്റ്റ് സ്പേസും ഇല്ലാതാകും. ആ പോയിന്റ് വാലിഡ് ആണ്. ഞാൻ അതിലേക്ക് കോൺഗ്രസിന്റെ സ്പേസ് ദുർബലമായാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീകുമാർ മനയിൽ, പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ സഖ്യകക്ഷികളുടെ നിലപാടുണ്ടല്ലോ. ലാലു പ്രസാദ് യാദവ് പോകുന്നില്ല. ലാലു പ്രസാദ് യാദവാണ് സമസ്തിപൂരിൽ രഥയാത്ര തടഞ്ഞ നേതാവ്. അഖിലേഷ് യാദവ് പോകുന്ന കാര്യം തീരുമാനമായിട്ടില്ല. അവിടെ മായാവതി പോകുന്നില്ല, മമതാ ബാനർജി പോകുന്നില്ല, നിതീഷ് കുമാർ പോകുന്നില്ല, ഉദ്ധവ് താക്കറെ പോകുന്നില്ല. പിന്നെ സോണിയാഗാന്ധി മാത്രമായി പോകണോ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് പോവാതിരിക്കോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി പോലെയുള്ള നേതാക്കൾ അവിടേക്ക് പോകണമോ? 22-ാം തീയതിയുടെ മാൻ ഓഫ് ദ മാച്ച് ഞാൻ ഇപ്പോഴേ പറയാം, നരേന്ദ്രമോദിയാണ്. അതിലൊരു സംശയവും ഇല്ല. അപ്പൊ പോണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു വിമ്മിഷ്ടവും വലിയൊരു നിവൃത്തികേടുമാണ് നമ്മളിവിടെ കാണുന്നത് സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഒരു ഐഡിയോളജിക്കലായിട്ട് ഒരു ഫേമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ ഈ വോട്ട് ബാങ്ക് ഇപ്പോൾ കോൺഗ്രസിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഈ
അതെന്താണ് പറ്റിയതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 3 സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനേക്കാളേറെ ഒരു മുൻതൂക്കം BJP കിട്ടിയതോടെ ഈ ഹിന്ദു വോട്ട് എന്ന് പറയുന്ന ഒരു ഭീകരമായ എന്തോ സാധനമാണ്, അത് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല, അത് BJP കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ധാരണ പൊതുവെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് 40% വോട്ടുണ്ട്. രണ്ടിടത്തെയും മുസ്ലിം ജനസംഖ്യ 10% താഴെയാണ്. 8%, 9%മാണ് ഈ 2 സംസ്ഥാനങ്ങളിലെയും മുസ്ലിം പോപ്പുലേഷൻ. കോൺഗ്രസിന് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഒരു ലാർജ് ചങ്ക് ഓഫ് വോട്ട് അവിടെ ഉണ്ട്. അത് അവിടെ തന്നെ നിൽക്കുമ്പോൾ കോൺഗ്രസ് അങ്ങനെ അയ്യോ എല്ലാം പോയേ എന്ന് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? പോപ്പുലർ വോട്ട് നമ്മൾ ഈ 5 സംസ്ഥാനങ്ങളിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെങ്കിലും ഈ അടിയൊഴുക്കുകൾ, കാരണം വെച്ചാൽ നമ്മളെ ഈ ഉത്തർപ്രദേശിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ചെല്ലുമ്പോൾ എന്താ വിഷയം വെച്ചാൽ അവിടെ കോൺഗ്രസോ BJP രാമന്റെ ഇഷ്യൂ, രാമക്ഷേത്രം അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ ഇത്തരം ഐക്കൺസ് വരുമ്പോഴത്തേക്കും ഈ രാഷ്ട്രീയം പിന്നിൽ പോകും. നമ്മുടെ നാട്ടിലെ പോലെയല്ല അവിടെ. ഇപ്പോൾ രാമൻ എന്നുള്ള സംഗതി വരുമ്പോൾ ഇപ്പോൾ മുലായം സിംഗ് പോലും അവസാനം പറയേണ്ടി വന്നിട്ടുണ്ട്, അവിടെ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനെ ഞാൻ എതിരായുള്ളൂ, രാമക്ഷേത്രം വരുന്നതിന് ഞാൻ എതിരില്ലെന്ന് മുലായം സിംഗ്. കാരണം ഈ കർഷകരെ വളരെ കർശനമായിട്ട് നേരിട്ടുള്ള ആളാണ് മുലായം സിംഗ് യാദവ്. അപ്പോൾ അത്തരത്തിലൊരു പൊളിറ്റിക്സ് അവിടെ ഉണ്ട്. ഇവിടെ കോൺഗ്രസ് ചെയ്യേണ്ടത്, ഞാൻ ഈ മിസ്റ്റർ ഫൈസി പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ചേട്ടനോ എപ്പോഴും ഐഡിയോളജിക്കലായിട്ട് നമ്മൾ ഫേമപ്പ് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് നമ്മുടെ മുന്നിൽ രാഷ്ട്രീയം ഉണ്ടാവില്ല. ഇവിടെ കോൺഗ്രസിന് പറ്റിയൊരു അബദ്ധത, ഒന്നുകിൽ നിങ്ങൾ തീരുമാനിക്കണമായിരുന്നു, കോൺഗ്രസ് തീരുമാനിക്കണമായിരുന്നു ഞങ്ങൾ ഇതിന് പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ടാർഗറ്റ് മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള അവസ്ഥ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ പ്ലാൻ ഉണ്ടാക്കാൻ കോൺഗ്രസിന് പറ്റിയില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം അവിടെയായിരുന്നു. മുസ്ലിം വോട്ടുകൾ ഞങ്ങൾക്ക് ബൾക്കായിട്ട് പണ്ട് കിട്ടിയ പോലെ കിട്ടുന്നില്ല, അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ടാക്കാൻ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ വിഷയം വോട്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ. അപ്പോൾ അതാണ് ഈ സന്ദിഗ്ധാവസ്ഥയിൽ കോൺഗ്രസിനെ കൊണ്ടുവന്ന് എത്തിച്ചത്. ന്യൂനപക്ഷ വോട്ടുകൾ കൈവിടുകയും ഹിന്ദു വോട്ടുകൾ ഞങ്ങൾ ആഗ്രഹിച്ചവർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ള ഭയം, അത് മോഡി കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഈ സന്ദിഗ്ധാവസ്ഥയിൽ കൊണ്ടുവന്നിടുന്നത്. ഈ ഭയം അവർ മാറ്റിയേ പറ്റൂ. മാറ്റിയില്ലെങ്കിൽ മിസ്റ്റർ ഫൈസി പറഞ്ഞ പോലെ വലിയൊരു പരിതാപകര അവസ്ഥ കോൺഗ്രസിനുണ്ടാവും. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഉത്തർപ്രദേശിലെ മുസ്ലിം വോട്ടിന്റെ കസ്റ്റോഡിയൻ അഖിലേഷ് യാദവാണ്. ബീഹാറിലത് ലാലു പ്രസാദ് യാദവിന്റെ RJD ആണ്. പശ്ചിമ ബംഗാളിലത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിലെ മൊത്തം മുസ്ലിം പോപ്പുലേഷന്റെ 50% വരുന്നത്. ഈ 3 സംസ്ഥാനങ്ങളിൽ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്. ഇവിടങ്ങളിലെ ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസിന്റെ കയ്യിലല്ല, മറിച്ച് അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ കയ്യിലാണ്. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തേത്, അതേസമയം മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം വോട്ട് മറ്റ് പ്രാദേശിക പാർട്ടികൾക്കല്ല കോൺഗ്രസിനാണ് പോകുന്നത്. പക്ഷേ അവിടെ മൊത്തത്തിലുള്ള മുസ്ലിം പോപ്പുലേഷൻ വളരെ കുറവാണ്, 10% താഴെയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വല്ലാത്തൊരു ഡയലമയുണ്ട്. അതുകൊണ്ടാണ് കമൽനാഥും ദിഗ്വിജയ് സിംഗും ഒക്കെ ഞങ്ങൾ കൊടുത്ത ഇഷ്ടികയുടെ കാര്യം, രാജീവ് ഗാന്ധിയുടെ സംഭാവനയുടെ കാര്യം ഇതൊക്കെ പറയുന്നത്. അശോക് ഗെഹ്ലോട്ടിനും അവിടെ രാമക്ഷേത്രം വേണ്ടെന്നുള്ള നിലപാടില്ല. ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് ആയ സിറ്റുവേഷനിൽ ലാലു പ്രസാദോ അതല്ലെങ്കിൽ മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷോ സ്വീകരിക്കുന്ന സമീപനം, അതേ സമീപനം കോൺഗ്രസിനും സ്വീകരിക്കാൻ പറ്റുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ നേതാവ്, അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കാനാവില്ല. ലാലു പ്രസാദ് യാദവോ അല്ലെങ്കിൽ നിതീഷ് കുമാറോ ബീഹാറിൽ എടുക്കുന്ന നിലപാട് കോൺഗ്രസിന് പറ്റില്ല. മമതാ ബാനർജി ബംഗാളിൽ എടുക്കുന്ന നിലപാട്, അതേ നിലപാട് കോൺഗ്രസ് എടുക്കാൻ പറ്റില്ല. കോൺഗ്രസ് ഒരു ജെനുവിൻലി പാൻ ഇന്ത്യ പാർട്ടിയാണ്. ഒരു ജെനുവിൻ രീതിയിൽ BJPക്കും കോൺഗ്രസിനും മാത്രമേ ഈ പാൻ ഇന്ത്യ പ്രതിച്ഛായ ഇന്നും അവകാശപ്പെടാനാവൂ. ആം ആദ്മി പാർട്ടി വളരെ ചെറിയൊരു പാർട്ണർ മാത്രമാണ്, പാൻ ഇന്ത്യ പ്രതിച്ഛായ ഉണ്ടെന്ന് പറയാനാവില്ല. അങ്ങനെ വരുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ജനസാമാന്യം, പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമി ഉത്തർപ്രദേശിനെയും ബീഹാറിനെയും ഒഴിച്ചു നിർത്തി മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് മുതലായ പ്രദേശങ്ങളിലെ ആ ഹിന്ദി ബെൽറ്റിൽ മറ്റൊരു നിർണായക സ്വാധീനമില്ല. പ്രത്യേകിച്ചും രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാനൊരു വെഹിക്കിളില്ല. മധ്യപ്രദേശിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ വോട്ട് പ്ലാന്റ് ചെയ്യാനായി ഒരു വെഹിക്കിളില്ല. ഗുജറാത്തിലുമില്ല. അങ്ങനെ വരുമ്പോൾ ആ മുസ്ലിം വോട്ടിൻ്റെ എങ്കിലും കസ്റ്റോഡിയനാകാൻ, പൂർണ്ണമായും കസ്റ്റോഡിയനാകാൻ സ്വാഭാവികമായും കോൺഗ്രസിന് കഴിയണം. ഓർക്കുക അഭിലാഷ്, കോൺഗ്രസ് കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത 30 വർഷത്തോളമായി ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് നെഹ്റുവിയൻ കാലഘട്ടം മുതൽ ഇന്ദിരാഗാന്ധി ആദ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന, അവസാന തെരഞ്ഞെടുപ്പിൽ 77-ൽ പരാജയപ്പെടുന്നത് വരെയുള്ള ആ 30 വർഷത്തോളം കാലം ആ റെയിൻബോ കോയലീഷൻ കോൺഗ്രസ് ക്രിയേറ്റ് ചെയ്ത
ആ ഒരു വിവിധ ജാതികളുടെ ഹിന്ദു വിഭാഗത്തിലെ വിവിധ ജാതികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ദളിതുകളുടെയും ട്രൈബൽസിൻ്റെയും ആദിവാസികളുടെയും എല്ലാം ചേർന്ന ഒരു ഒന്നാന്തരം സോഷ്യൽ കോയലീഷൻ, റെയിൻബോ കോയലീഷൻ, സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കെട്ടിപ്പടുത്ത ആ കോയലീഷൻ തകർന്നതിൻ്റെ ഗുണഭോക്താക്കൾ BJP മാത്രമല്ല, സോഷ്യലിസ്റ്റ് കക്ഷികളായ സമാജ്വാദി പാർട്ടിയും അതുപോലെ മുലായം സിംഗിൻ്റെ കക്ഷി ലാലു പ്രസാദിൻ്റെ RJD, അതുപോലെ ജനതാദൾ യുണൈറ്റഡ്, ബിജു ജനതാദൾ എന്ന ഒറീസയിലെ കക്ഷി, ഇങ്ങനെയുള്ള ജനതാ പാർട്ടികളെല്ലാം തന്നെ അതിൻ്റെ ബെനിഫിഷ്യറീസ് തന്നെയാണ്. അവരെ കാസ്റ്റിനെ ഒരു വലിയ വോട്ട് ബാങ്ക് പൊളിറ്റിക്സായി വളർത്തിയെടുത്തു. ഇപ്പോൾ സംഭവിച്ചത് അതാണ്. ആ കാസ്റ്റിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് രാമക്ഷേത്രം എന്ന ഒരൊറ്റ റാലിയിങ് പോയിന്റ് വെച്ചുകൊണ്ട് കാസ്റ്റിനെ അതിലംഘിക്കുന്ന രീതിയിൽ ഈ പറയുന്ന ഹിന്ദുത്വ അല്ലെങ്കിൽ ഹൈന്ദവ വികാരം ഏകീകരിക്കപ്പെട്ടു. അപ്പം പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്നതൊരു റിയാലിറ്റിയാണ്. അത് ദക്ഷിണേന്ത്യയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഹിന്ദി ഹൃദയഭൂമിയിൽ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് രാഷ്ട്രീയം വിശകലനം ചെയ്യാനാവില്ല. ഇത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ, മധ്യപ്രദേശിലെ കമൽനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ദേശീയ നേതൃത്വത്തോട് പറയുന്നതാണ്. അതുകൊണ്ടാണ് അത് അത്ര എളുപ്പമല്ല. കോൺഗ്രസിന് ആ തീരുമാനം എടുക്കുന്നത് എളുപ്പമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശരി, ഓക്കെ. അൻവർ സാദിഖ് ഫൈസി, ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അൻവർ സാദിഖ് ഫൈസി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50% വരുന്ന മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിലാണ്. ആ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ബദലായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളാണ്. ഞാനിത് പറയാനുള്ള കോണ്ടെക്സ്റ്റ് മതന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയ ബദലിലേക്ക് ചേക്കേറുമെന്ന ഇന്നലത്തെ സമസ്തയുടെ നിലപാടാണ്. അതിന് പുറത്തുള്ള ഇടങ്ങളിൽ ഏത് രാഷ്ട്രീയ ബദലിലേക്കാണ് മതന്യൂനപക്ഷങ്ങൾ ചേക്കേറേണ്ടത്? കോൺഗ്രസ് അല്ലാതെ വേറെ ഏത് പാർട്ടിയിലേക്കാണ് പോകേണ്ടത്? കോൺഗ്രസിനെ പോലെ ഈ കാര്യത്തിൽ, മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ക്രെഡിബിലിറ്റി വേറെ ഏത് പാർട്ടിക്കാണുള്ളത്? രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തെ പ്രകടനമെങ്കിലും ബോധ്യമുണ്ടാകുമല്ലോ. അദ്ദേഹം സെക്യുലർ അല്ലാത്ത എന്തെങ്കിലും കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറുണ്ടോ? അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള സെക്യുലർ ക്രെഡൻഷ്യൽ ഉള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ പാർട്ടി, ആ പാർട്ടിയെ ഉപേക്ഷിച്ച് അവരുടെ ആരെങ്കിലും ഈ പറഞ്ഞ ചടങ്ങിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേറെ ഏത് രാഷ്ട്രീയ ബദലിലേക്കാണ് ന്യൂനപക്ഷങ്ങൾ ചേക്കേറാൻ പോകുന്നത്? നമ്മളിവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു ആശയത്തെ എത്ര പെട്ടെന്നാണ് നമ്മൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക്, ഇവിടെ സംസാരിച്ച എല്ലാവരും ഒന്നിച്ചൊന്നായി പറഞ്ഞിട്ടുള്ള ഒരു വിഷയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കുറിച്ചാണ്. നോർത്ത് ഇന്ത്യയിൽ ഇന്നവർ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് ഇന്ന പാർട്ടിക്ക് ഇന്ന അതിനനുസരിച്ച് നിൽക്കണം. ഇവിടെ ഇന്ന കക്ഷികൾക്ക് വോട്ട് ബാങ്ക് ഉണ്ട്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അനുസരിച്ച് നിൽക്കണം. അഥവാ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നമ്മൾ ഭൂരിപക്ഷത്തിന്റെ അല്ലെങ്കിൽ വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലേക്ക് വിഭജിക്കുകയാണ്. ഇതുതന്നെയാണ് നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാകുന്നു. നമ്മുടെ രാജ്യത്തിന്റെ നാളിതുവരെയുള്ള പാരമ്പര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ, അത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നന്മയായി പറയുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ പറയുന്ന ആരാധനാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടതിനു ശേഷം ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ അഭിമാനത്തോടു കൂടി പറയുക, ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട ഒരു ന്യൂനപക്ഷം, ഈ രാജ്യത്ത് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു സമൂഹം, ഈ രാജ്യത്ത് എല്ലാറ്റിലും ബാക്ക്വേർഡായി നിൽക്കുന്ന ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിക്കെതിരെ ജുഡീഷ്യറി അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതെല്ലാം ഒത്തൊരുമിച്ചിട്ട് ഞങ്ങളിതാ മനോഹരമായ ഒരു ആരാധനാലയം നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ എന്തൊരു അഭിമാനമാണ് ഈ രാജ്യത്തിന്. ആ ലോക സമൂഹത്തിന്റെ, ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നേതൃത്വ പദവിയിലേക്ക് ഇന്ത്യ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ത്യ ഭരിക്കുന്നവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കോപ്രായത്തങ്ങൾ കാണിച്ചുകൊണ്ട് എന്ത് അഭിമാനമാണ് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാനുള്ളത്? ഏതൊരു രാജ്യവും അത് സുരക്ഷിതമാകുന്നത്, സുഭിക്ഷമാകുന്നത് അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾ കൂടി വോട്ട് ബാങ്കുകൾക്ക് അതീതമായി. അത് ശരിയാണ്. താങ്കൾ പറയുന്ന ആ വാദം ശരിയാണ്. പക്ഷെ നോക്കൂ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ആ ആശയം നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിന് ഇലക്ടറൽ പൊളിറ്റിക്സിൽ വലിയ വലിയ വിഷയങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഏകപക്ഷീയമായ ഒരു ഭരണക്രമം, പ്രതിപക്ഷം അങ്ങേയറ്റം ദുർബലമായ ഒരു ഭരണക്രമം വന്നു കഴിഞ്ഞാൽ താങ്കൾ ഈ പറയുന്ന ഇന്ത്യ എന്ന ആശയം നിലനിൽക്കുമോ ദുർബലമാകുമോ? ദുർബലമാവുകയാണ് ചെയ്യുക. ആ തരത്തിലുള്ള ഒരു ശക്തിയായി ഉയർന്നു വരാൻ പൊട്ടൻഷ്യലുള്ള പാർട്ടി ഏതാണ്? ആ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ക്ഷേത്രം പണിയണോ വേണ്ടയോ, അതല്ലെങ്കിൽ പണിതതിന് ശേഷം ആര് എന്ത് തുടങ്ങിയ കാര്യങ്ങൾക്ക് അപ്പുറത്ത് എല്ലാം കോൺഗ്രസിന്റെ മേലെ, കോൺഗ്രസ് ആണ് ഇതിന്റെ എല്ലാ കുഴപ്പവും പേറേണ്ടത് എന്ന് വരുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ഗുണകരമാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.
സ്വാഭാവികമായും ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അവർ ചെയ്യുകയില്ല എന്ന് മതന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും ഇന്ത്യ എന്നൊരു കൺസെപ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, ഇത് കോൺഗ്രസിനെ കൊണ്ടുപോകാൻ കഴിയുന്ന കക്ഷി കോൺഗ്രസ് ആണ് എന്ന് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടാണ്, പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ആശങ്കപ്പെടാനുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ, കാരണം നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ ഈ കഴിഞ്ഞ 3/4 നൂറ്റാണ്ടുകാലം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിനെയൊന്നും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോ അല്ലെങ്കിൽ സമസ്ത പോലെയുള്ള സംഘടനകളോ ഒരിക്കലും ചെറുതായി കണ്ടിട്ടില്ല. പക്ഷേ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നിന്ന്, ഒരു പ്രതിപക്ഷ കക്ഷി പോലും ഇല്ലാതിരുന്ന ഒരു നെഹ്റുവിയൻ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്കുണ്ട് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതപ്പതിച്ചു പോയത് ഇന്ത്യ എന്ന ആശയത്തിനപ്പുറത്ത് പല പ്രീണനങ്ങൾക്കും വഴിവെച്ച് കഴിഞ്ഞാൽ, ആ പ്രീണനങ്ങളുടെ ഒടുക്കത്തെ ഉദാഹരണമാണ് കമൽനാഥ്. തീവ്ര ഹിന്ദുത്വത്തെ മൃദുഹിന്ദുത്വം കൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉദാഹരണമാണ് കമൽനാഥ് മധ്യപ്രദേശിൽ കണ്ടത്. പക്ഷേ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ നറേറ്റീവുകൾ ഉണ്ടാക്കപ്പെടുമ്പോൾ അത് 100% വസ്തുതാപരമാകണം എന്നില്ല. ശ്രീ അൻവർ സാദിഖ്, ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള നറേറ്റീവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചെയ്യുക. നോക്കൂ, 2014 തോൽവിക്ക് ശേഷം കോൺഗ്രസ് അന്വേഷണ കമ്മീഷനെ വെച്ചു. AK ആന്റണി ആയിരുന്നു അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷൻ. എന്തായിരുന്നു ആന്റണി കമ്മീഷന്റെ കണ്ടെത്തൽ? കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണന പാർട്ടിയായി, കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയായി അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് AK ആന്റണി കമ്മീഷൻ കോൺഗ്രസിന്റെ തോൽവിയായി കണ്ടെത്തിയത്. അപ്പോൾ കോൺഗ്രസിന് ആ പെർസെപ്ഷനിൽ നിന്ന് മാറി ഞങ്ങൾ എല്ലാവരുടെയും പാർട്ടിയാണ് എന്ന നില കൈവരിക്കേണ്ടേ? അതും ഒരു പ്രശ്നമാണല്ലോ. ഇപ്പോൾ തന്നെ കേരളത്തിൽ പോലും മുരളീധരൻ പറയുന്നു ഇവര് മറ്റു പല പരിപാടിക്കും പോകാൻ മടിക്കുന്നില്ല, എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ പരിപാടിക്ക് പോകാൻ മടിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിലെ ഹിന്ദുക്കളെല്ലാം കോൺഗ്രസ് വിടണം, എന്നിട്ട് ഈ കോൺഗ്രസ് പാർട്ടിയെ മുസ്ലിം ലീഗിൽ ലയിപ്പിക്കണം. കേരളത്തിൽ പോലും മുരളീധരനെ പോലെ നേതാവിന് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ ഉത്തരേന്ത്യയിൽ എന്തൊക്കെ പറയും, മറ്റിടങ്ങളിൽ എന്തൊക്കെ പറയും? കോൺഗ്രസ് ഇതെല്ലാം നേരിടണം. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നും ഇന്നലെയും എന്നാൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും കോൺഗ്രസിൽ ഇത്തരം തീവ്ര പക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാലഗംഗാധര തിലകനെ പോലെയുള്ളവർ, ലാലാ ലജ്പത് റായിയെ പോലെയുള്ളവർ, ഇതൊക്കെ ഹിന്ദു മഹാസഭയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അതിശക്തമായ സ്വാധീനമുണ്ടായിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ന് വിവാദത്തിലുണ്ടായിരുന്ന വന്ദേ മാതരം ഗീതം, രാഷ്ട്രീയ ഗീതമായിട്ടുള്ള അത് ആലപിക്കുന്നതുമായി, വന്ദേ മാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിനകത്ത് എക്കാലത്തും 2 ധാരകൾ ഉണ്ടായിട്ടുണ്ട്. ആ ധാരകൾ ഉണ്ട് എന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്ത്യയുണ്ട്, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിനനുസരിച്ച് കോൺഗ്രസ് പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു മിതവാദിയെയും ഒരു തീവ്രവാദിയും ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും സമൂഹത്തിന്റെ ഇമോഷണൽ ആയിട്ടുള്ള, സെന്റിമെന്റൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ ആരാണോ കൂടുതൽ ടച്ച് ചെയ്യുന്നത് അവരുടെ കൂടെ നിൽക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം, രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ അപ്പോൾ കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഗൗരവപൂർണ്ണ വിഷയമാണ്. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ എക്കാലത്തും ഒരു ധാരയല്ല, പല ധാരകൾ ഉണ്ടായിരുന്നു. ഹിന്ദു ധാര ഉണ്ടായിരുന്നു, ബാലഗംഗാധര തിലകനും മദൻ മോഹൻ മാളവ്യയും മാത്രമല്ല, തുടർന്ന് ഇങ്ങോട്ട് നെഹ്റുവിന്റെ കാലത്തും, നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ കൃഷി മന്ത്രിയായിരുന്നു KM മുൻഷി, പട്ടേലിന്റെ കാലത്തും, ഇന്ദിരയുടെ കാലത്തും രാജീവിന്റെ, ശ്യാമപ്രസാദ് മുഖർജി ഉണ്ടായിരുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ ധാരകളും ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് 90-കൾക്ക് ശേഷം വലിയ തോതിൽ മാറ്റം സംഭവിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഒരു ലെഫ്റ്റ് പാർട്ടിയായി പ്രത്യേകിച്ച് BJPക്ക് പ്രൊജക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഈ പരിപാടിക്ക് കോൺഗ്രസ് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? കമൽനാഥ് അടക്കമുള്ള നേതാക്കൾക്ക് സ്വാഭാവികമായി അക്കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടാകും. ദിഗ്വിജയ് സിംഗ് വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ സംഭാവന പറയുകയുണ്ടായി. ഈ പരിപാടിക്ക്, രാമക്ഷേത്ര പരിപാടിക്ക് കോൺഗ്രസ് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് രാഹുൽ ഈശ്വർ വിചാരിക്കുന്നു? 2 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ അഭിലാഷ് ഇപ്പം പറഞ്ഞില്ല, അഭിലാഷ് പറഞ്ഞ കാര്യം 99% ശരിയാണ്. കോൺഗ്രസിലെ ഹിന്ദു ധാര എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞു. കോൺഗ്രസിലുള്ള ഏറ്റവും വലിയ ഹിന്ദു ധാരയുടെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. സവർണ ഹിന്ദു ആക്ടിവിസ്റ്റാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി.
ഈ സവർണ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന സ്വത്വം മഹാത്മാഗാന്ധിയുടെ തിരിച്ചറിയാതെ കോൺഗ്രസ് ഒരിക്കലും ഇന്ത്യ പിടിക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യക്ക് ഒരു ബാലൻസ് ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഏതോ ഒരു ബാലൻസിനെ കുറിച്ചാണ്. ഈ ബാലൻസ് ഉള്ളത് കൊണ്ടാണല്ലോ രഥയാത്ര നയിച്ച അദ്വാനിജി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ദിവസമാണ് ഡിസംബർ 6 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി ഞങ്ങൾ ഇതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നത്. കാര്യം ഇതിന് ഇവരെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ശ്രീ അശോക് സിംഗളുടെ പോലുള്ളവർ ഇതിന് അദ്വാനിജി ഒരുപാട് കളിയാക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ മുസ്ലിങ്ങളുടെ താഴെ താന്നു കൊടുക്കുന്നതെന്ന്. അല്ലെങ്കിൽ എന്തിന് ബാലാസാഹബ് താക്കറെ വരെ കളിയാക്കുന്നുണ്ട്. ഇന്ന് താക്കറെ പുരോഗമന പക്ഷത്താണ്, താക്കറയുടെ മകൻ പുരോഗമന പക്ഷത്താണ്. നമുക്ക് സത്യസന്ധമായി ഈ വിഷയം സംസാരിക്കണം. നേരത്തെ ശ്രീ അൻവർജി പറയുകയുണ്ടായി വന്ദേമാതരത്തിന്റെ കാര്യം. അങ്ങ് ഓർക്കേണ്ട കാര്യം, വന്ദേമാതരം എന്ന് പറയുന്ന ദേവീസ്തുതിയിലെ ദേവീസ്തുതിയുടെ 2 പാരാഗ്രാഫുകൾ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്യാൻ മനസ്സ് കാണിച്ചവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ. അതായത് വന്ദേമാതരം എന്ന് പറയുന്ന ജനഗണമനയേക്കാൾ കൂടുതൽ വികാരത്തോടുകൂടി ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവർ പാടിയത് അതിലെ ദുർഗാസ്തുതിയും ദേവീസ്തുതിയും തുമി ദുർഗ എന്ന് തുടങ്ങുന്ന പാരാഗ്രാഫുകൾ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി വെക്കാൻ തയ്യാറായവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ. അതാണ് വന്ദേമാതരത്തിന്റെ മഹത്വം. അതിനപ്പുറത്ത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ മഠത്തിന്റെ കോണ്ടാക്സിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എല്ലാ നാട്ടിലും ഒരു റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും ഉണ്ടാവില്ലേ? ഞാൻ എല്ലാത്തിനെയും ഇങ്ങനെ വളരെ പോളിഷ്ഡായി പറയരുത്. വന്ദേമാതരത്തിലെ ദേവീസ്തുതി മാത്രമല്ലല്ലോ പ്രശ്നം. വന്ദേമാതരത്തിലെ ദേവീസ്തുതി കട്ട് ചെയ്യാൻ പറ്റിയെന്ന് അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള നല്ല മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. 2 അതേപോലെയുള്ള അല്ലാ രഖ റഹ്മാനായ AR റഹ്മാൻ അല്ലേ വന്ദേമാതരം വീണ്ടും നമ്മളെ കൊണ്ട് പഠിച്ചത്. ഇതിലെ കോർ പോയിന്റ് ഇതാണ്. ശ്രീ അഭിലാഷ് വലിയ സെക്കുലർ മൈൻഡഡ് ആണ്. ഞാൻ അങ്ങനല്ല. ഞാനൊരു കമ്മ്യൂണിറ്റി മൈൻഡഡായ വ്യക്തിയാണ്. അഭിലാഷ് ഒരു പുരോഗമനവാദിയാണ്. ഞാൻ അങ്ങനല്ല. ഞാനൊരു പാരമ്പര്യവാദിയാണ്. അഭിലാഷ് ഒരു മതേതരവാദിയാണ്. അല്ല, ഞാനൊരു വർഗീയവാദിയാണ്. ഞാനൊരു മതവാദി അല്ലെങ്കിൽ മതവാദിയാണ് എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ഞങ്ങൾക്ക് വോട്ടില്ലേ? ഞങ്ങൾ ഒരുപാട് പേര് ഈ രാജ്യത്തില്ലേ? ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു സെന്റർ പോയിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധ്യമോ നമ്മൾ കണ്ടെത്തണ്ടേ? കൺസെൻസസ് എന്ന് പറയുന്ന സാധനം. ഈ കൺസെൻസസ് കണ്ടുപിടിക്കാതെ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? അവിടെയാണ് അലാമ മുഹമ്മദ് ഇക്ബാൽ പോലും ശ്രീരാമനെ ഇമാമേ ഹിന്ദ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം വളരെ സുപ്രസിദ്ധമായ ഒരു വാചകമാണ്. ഇന്ത്യയുടെ സ്പിരിച്വൽ ലീഡറാണ് ശ്രീരാമൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിംബങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഐഡിയാസിൽ ഒന്നാണ് ശ്രീരാമൻ. രാം മുഹമ്മദ് ഒക്കെ അവിടെ വളരെ കോമൺ ആയ പേരാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് രാമനോട് എന്തെങ്കിലും ഒരു വിരോധമില്ല. ഞാൻ പറഞ്ഞ ഒരു വിരോധമില്ല. അങ്ങനെയല്ല പറഞ്ഞത്. 2 നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായ ബ്രിട്ടനെ മുട്ടുകുത്തിച്ചവരാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രശ്നമുണ്ടായി. ഇനിയും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം, സംസാരിക്കണം, കോമൺ ഗ്രൗണ്ട് കണ്ടെത്തണം. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾ ചെയ്യേണ്ടത്, ഒരുപക്ഷെ ശ്രീ ശശി തരൂറോ അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധി മാഡമോ ഒക്കെ ചെയ്യേണ്ടത് ഈ പരിപാടിക്ക് പോകണം. ആ ദിവസം തന്നെ ധന്നിപ്പൂർ മുസ്ലിം പൊക്കോളൂ, ഒരു പ്രശ്നവുമില്ല. നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞു ഒരു കാര്യം കറക്റ്റാണ്. അന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ശ്രീ നരേന്ദ്രമോദി ആയിരിക്കും. പക്ഷെ അന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ആകാൻ കഴിയും. എങ്ങനെയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷർട്ട് ഇടാതെ അദ്ദേഹത്തിന്റെ പുറത്ത് നമ്മുടെ ഒരു ഉത്തരീയം പോലെ കെട്ടി അദ്ദേഹത്തിന്റെ പൂണൂൽ ജനങ്ങൾ പറഞ്ഞു തീർത്തോട്ടെ. അദ്ദേഹത്തിന്റെ അല്ല അദ്ദേഹം പോകാമല്ലോ. സോണിയാഗാന്ധിയെ വിളിച്ചല്ലോ. അദ്ദേഹത്തിന്റെ മകനല്ലേ, പോകാമല്ലോ. ശ്രീ രാഹുൽ ഗാന്ധി അവിടെ പൂണൂലൊക്കെ ഇട്ട് പോയി അവിടെ അമ്പലത്തിലൊക്കെ തൊഴുതതിന് ശേഷം 25 കിലോമീറ്റർ അപ്പുറത്തുള്ള ധന്നിപ്പൂർ മോസ്കിൽ, പ്രവാചകന്റെ മോസ്കിൽ, ആ സ്ഥലത്തു കൂടെ പോയി നമുക്ക് രണ്ടും വേണം, ഇന്ത്യ 2 അമ്പലവും പള്ളി ഒരുമിക്കുന്നതാണ്, ശ്രീരാമനും മുഹമ്മദും ഒരുമിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ തീരുന്ന ഒരു സൊല്യൂഷൻ ഈ ഫോർവേഡ് സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ ഈ തീവ്ര വലതു ശക്തികൾ പലപ്പോഴും ശക്തി പ്രാപിക്കുന്നത്. ഈ ബാലൻസ് കോൺഗ്രസിന് വിട്ടുപോയി. അവിടെയാണ് കോൺഗ്രസ് ഒന്നെങ്കിൽ ലെഫ്റ്റിനെ പ്രീണിപ്പിക്കും, അവരുടെ മതേതര ചാപ്പയ്ക്ക് വേണ്ടി കോൺഗ്രസ് പുറകെ ഓടി നടക്കും, ഇല്ലെങ്കിൽ മുസ്ലിം വോട്ടിന് വേണ്ടി ഓടി നടക്കും. അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് മറ്റും പോകുന്നത്. സുഗതകുമാരി ടീച്ചർ, കേരളത്തിലുള്ള സുഗതകുമാരി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സുകാർ വന്ദേമാതരം മറന്നുപോയി. എന്താന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു സ്പേസ് ഞങ്ങളടക്കം ഒരുപാട് പേർക്ക് വോട്ടില്ലേ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഒന്നും വോട്ട് വേണ്ടേ? അപ്പൊ ഈ സോഫ്റ്റ് ഹിന്ദു സ്പേസ്, ഒരു കാര്യം കൂടെ, ഹിന്ദുത്വം അല്ല RSSന്റെ പോലും ഐഡിയോളജി ഹിന്ദുത്വമല്ല. വീര സവർക്കറാണ് ഹിന്ദുത്വത്തിന്റെ ഐഡിയോളജി. ഗുരുജി ഗോൾവൽക്കർ പോലും ഹിന്ദുത്വവാദി ആയിരുന്നില്ല. അപ്പോൾ കാണുന്ന എല്ലാവന്റെ മുണ്ടു പൊക്കി നിന്റെയൊക്കെ കോണകം അല്ലെങ്കിൽ നിന്റെ ബർമുട കാവിയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും ചാപ്പകുത്തി സംഘികളാക്കി ഒരു സൈഡിൽ അടച്ചിരുത്തി ഞങ്ങൾ മാത്രമാണ് മതേതരവാദികൾ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ അൺടച്ചബിലിറ്റി, ബാക്കി എല്ലാവരും അൺടച്ചബിൾ ആണ്, ഞങ്ങൾ മാത്രം പുരോഗമന മതേതര ആളെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഈ രാജ്യത്തിന്റെ ബാലൻസ് മതസൗഹാർദ്ദത്തിലാണ്. അതിന് അമ്പലത്തിലും പോകണം, പള്ളിയിലും പോകണം. ഈ ബാലൻസ് കോൺഗ്രസ് തിരിച്ചെടുക്കും. ആ ബാലൻസ് പറ്റും. ഇപ്പൊ എനിക്ക് നേരത്തെ രാഹുൽ ഗാന്ധി ഷർട്ട് ഇടാതെ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എതിർക്കാൻ കഴിയാതിരുന്നത് കോൺഗ്രസിന്റെ വക്താവ് രൺദീപ് സിംഗ് സുർജേവാല തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാനുദാരി ബ്രാഹ്മണാണ് രാഹുൽ ഗാന്ധി എന്ന്. മുമ്പ് സോമനാഥ് ക്ഷേത്രത്തിൽ പോയപ്പോൾ രാഹുൽ ഗാന്ധി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടന്നു BJP-കാരുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അങ്ങനെയല്ല, രാഹുൽ ഗാന്ധി ഹിന്ദുവാണ്, രാഹുൽ ഗാന്ധി ബ്രാഹ്മണനാണ്, രാഹുൽ ഗാന്ധി പൂണൂലിടാറുണ്ട് എന്നൊക്കെ കോൺഗ്രസ് തന്നെ പറഞ്ഞതുകൊണ്ട് എനിക്കത് എതിർക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ടെമ്പിൾ റൺ നടത്താറുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ പരിപാടിക്ക് പോയി എന്നങ്ങ് വിചാരിക്കുക,
വിചാരിക്കുക. സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ ശ്രീകുമാർ മനയിൽ പോയി. രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതുപോലെ ഷർട്ട് ഇടാതെ തന്നെ പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ പോയി എന്നുള്ളത് കൊണ്ട് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട നറേറ്റീവിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? എന്തായാലും മോദിജിക്ക് അമ്പലം പണിയാൻ കഴിഞ്ഞു എന്ന നിലയിലുള്ള പ്രചാരണമായിരിക്കും ഉത്തരേന്ത്യയിൽ ഉണ്ടാവുക. ഇനി രാഹുൽ ഗാന്ധിയോ സോണിയോ ഗാന്ധിയോ പോയത് കൊണ്ട് അത് മാറുമോ? അഭിലാഷേ, അത് മാറില്ല. കാരണം എന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിയുക എന്നുള്ളത് RSSന്റെയും BJPയുടെയും ഏക അജണ്ടയായിരുന്നു. അത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അജണ്ടയായിരുന്നേ ഇല്ല. കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കാരണം 86-ൽ രാജീവ് ഗാന്ധിയും അതിനുശേഷം VP സിംഗും അതിനുശേഷം ചന്ദ്രശേഖറും പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ഓർക്കുന്നറിയില്ല. അയോധ്യയിൽ രാമക്ഷേത്രം വരട്ടെ, പക്ഷേ അത് ബാബറി മസ്ജിദ് പൊളിച്ചുകൊണ്ടല്ല. ഇതായിരുന്നു കോൺഗ്രസിൻ്റെയും മതേതര കക്ഷികളുടെയും എക്കാലത്തെയും നിലപാട്. ഈ രാഹുൽ ഈശ്വർ പറയുന്നത് അത്രയും പോളിഷായിട്ട് നമ്മൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ഉപരിപ്ലവമായിട്ട് ഒരിക്കലും ഈ വിഷയം ചർച്ച ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാബറി മസ്ജിദിനോട് അനുബന്ധിച്ച് ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങളും അതിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെയും നിലവിളികളും നിസ്സഹായാവസ്ഥയും ദുരന്തങ്ങളുമൊന്നും നമ്മൾ ഈ സമയത്ത് മറന്നുകൂടാ ഒരിക്കലും. കാരണം നൂറുകണക്കിന് ചെറുതും വലുതുമായ വർഗീയ കലാപങ്ങൾ, 10,000-കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 85 മുതൽ ഈ നിമിഷം വരെ ഈ രാമജന്മഭൂമിയുടെ പേര് പറഞ്ഞുണ്ടായത്. കാരണം ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഡിസംബർ 6 മുതൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ടായിരുന്നു ഉത്തരേന്ത്യയിൽ വർഗീയ കലാപങ്ങൾ. ബോംബെയിലെ വർഗീയ കലാപം ആണ് അതിലാ ഏറ്റവും മൃഗീയമായത്. അപ്പോൾ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട് നിരവധി ആളുകളുടെ ചോരയിലാണ് ഇതെല്ലാം പടുതുയർത്തിയെന്ന് വരുമ്പോൾ അപ്പോഴാണ് കോൺഗ്രസിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ ആശയം എന്താണ്, കോൺഗ്രസിന്റെ ഐഡിയോളജി എന്താണ്, ആ ഐഡിയോളജിയിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടായില്ലെങ്കിലും ഉറച്ചു നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മിക ബാധ്യത കോൺഗ്രസ് നേതൃത്വം കാണിക്കണം. ശരി, അതാണ് അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് ശ്രീ മോഹൻ വർഗീസ്, അവസാനമായി നോക്കൂ, ഒരു ക്ഷേത്രത്തിൽ പോകണോ വേണ്ടയോ എന്ന ലളിതമായ പ്രശ്നമല്ല ഈ വിധിക്ക്. ഈ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് കാരണമായ സുപ്രീം കോടതി വിധി വളരെ കൃത്യമായി എടുത്തു പറഞ്ഞ 5-അംഗ സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞ ഒരു കാര്യം, മുസ്ലിം കമ്മ്യൂണിറ്റി വാസ് റോങ്ഫുള്ളി ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ 450-year-old മോസ്ക് എന്നാണ്. 4 അതിൻ്റെ ഘട്ടങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഒരു ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് തെറ്റായി റോങ്ഫുള്ളി പിടിച്ചെടുത്ത ഒരു സ്ഥലത്ത് പണിയുന്ന ക്ഷേത്രത്തിൽ കോൺഗ്രസ് പോലെ മതേതര പാരമ്പര്യമുള്ള ഒരു പാർട്ടി, ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി പോകണോ എന്നുള്ള കാര്യം അവരെ സംബന്ധിച്ച് എളുപ്പത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം തീരുമാനിക്കുന്നത് പോലെ തീരുമാനിക്കാൻ കഴിയുമോ? അങ്ങനെ തീരുമാനിച്ചാൽ അത് ശരിയാകുമോ? അങ്ങനെ എളുപ്പത്തിൽ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല ശ്രീ അഭിലാഷ്. ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി നിലവിലുള്ള രാജ്യമാണ്. അവിടെ കോടതി വിധി അംഗീകരിക്കപ്പെടണം. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഭരണഘടനയുടെ കാവൽനായയാണ് കോടതി. അപ്പോൾ കോടതിയുടെ തീരുമാനം വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് അംഗീകരിക്കുക എന്നത് സാമാന്യ മര്യാദയും രാഷ്ട്രീയ മര്യാദയും ഭരണഘടനയോടുള്ള ആദരവുമാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ സാധിക്കണം, ഞങ്ങൾ താത്വികമായ ഒരു നിലപാടെടുക്കുന്നു. കോടതി വിധിയുടെ ഫലമായി ഉയർന്നു വന്ന ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ നിയമസാധുതയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ഇതൊരു ട്രസ്റ്റിൻ്റെ ഇൻവിറ്റേഷനാണ്. അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് എന്ത് വന്നാലും ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ഈ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. പക്ഷേ രാമക്ഷേത്രം പണിത ആ ഒരു ഘടനയോടും അതിനോട് പൂർണ്ണമായ ഐക്യദാർഢ്യം അവസാനിപ്പിക്കാം. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഹിന്ദു ആക്ടിവിസ്റ്റായ മഹാത്മാഗാന്ധി രാമരാജ്യം വിഭാവനം ചെയ്തത് ഞങ്ങളുടെയാണെന്നും വാനരസേന യഥാർത്ഥത്തിൽ കൺസീവ് ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ് ബ്രിട്ടീഷുകാരോട് പോരാടാൻ. ഒരു കാലത്ത് പശുവും കിടാവും ഞങ്ങളുടെ സിമ്പലായിരുന്ന കോൺഗ്രസ്സുകാർ ഇങ്ങനെ ഇരുട്ടി തപ്പുന്നത് ദൗർഭാഗ്യകരമാണ്. അമ്പലത്തിലും പോവുക, പള്ളിയിലും പോവുക. ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. മുസ്ലിം സഹോദരങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, അവരുടെ വേദനയോടൊപ്പമാണ്. പക്ഷേ നമ്മൾ മുമ്പോട്ട് നോക്കി അമ്പലത്തെയും പള്ളിയെയും ഒരേപോലെ ആഘോഷിച്ച് മുമ്പോട്ട് പോകണം. നമ്മുടെ മക്കൾക്കെങ്കിലും ഈ തർക്കമോ ഈ തർക്കത്തിന്റെ പ്രതിഫലനങ്ങളോ കൊടുക്കരുത്. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്.
പാകിസ്ഥാനിലെ അവസരം നമ്മൾ കൈവിടരുത്. സഹോദരന്മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ നിരാഹാര സമരം. അതിനുശേഷം ആ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിൽ വെടിയുണ്ടേറ്റ് മരിച്ച പാരമ്പര്യം ശ്രീ രാഹുൽ ഈശ്വർ അങ്ങ് മറന്നു പോകരുത്. മഹാത്മാഗാന്ധിയെ കോട്ട് ചെയ്യുമ്പോൾ താങ്കളുടെ അഭിപ്രായം ഉണ്ടാകാം. പക്ഷേ നമ്മൾ കാലം ഇങ്ങോട്ട് പോകുമ്പോൾ മഹാത്മാഗാന്ധി ഓരോ ഘട്ടത്തിലും എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണെന്ന് ജനങ്ങൾക്കും വിലയിരുത്താനുള്ള ഒരു അവസരമായി ഇത് മാറട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.